എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു Q&A വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുന്നേ ഞാൻ ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആഷ് കോർണർ മലയാളത്തിലെ ആഷ്ലിനാണ്. ചേച്ചിയുടെ ഡ്രീം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊരു അമ്മയുടെയും പോലെ നമ്മുടെ മക്കളൊക്കെ നല്ല നിലയിൽ എത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഡ്രീം. പിന്നെ യുവർ മോട്ടിവേഷൻ. എനിക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്യണ പ്രധാനപ്പെട്ട ആള് എൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ മാളു, ഭരതേട്ടൻ, അവരൊക്കെയാണ് നല്ല മോട്ടിവേഷൻ തരുന്ന ആൾക്കാർ. ആരാണ് ചാനൽ നെയിം സജസ്റ്റ് ചെയ്തത്? ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ചാനൽ നെയിം സജസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു പേര് ഇട്ടാലോ എന്ന്, വീട്ടമ്മയ്ക്ക് ഒരു കൂട്ടുകാരി എന്നുള്ള പേര് ഇട്ടാലോ എന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉദയയുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചിരുന്നു. അപ്പോൾ വീട്ടമ്മമാർക്കൊരു കൂട്ടുകാരി എന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊന്നുകൂടി ചുരുക്കിയിട്ട് സെർച്ച് ചെയ്യാനൊക്കെ എളുപ്പത്തിനായിട്ട് ഇത്തിരി കൂടി ചെറുതാക്കാൻ വേണ്ടി വീട്ടമ്മയ്ക്ക് ഒരു കൂട്ടുകാരി എന്ന് പേരാക്കി. അപ്പം ആ ഒരു സജഷൻ ഞാൻ ചോദിച്ചത് ഉദയയുടെ അടുത്താണ്. ഹു ഈസ് യുവർ റോൾ മോഡൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റോൾ മോഡൽ എന്ന് പറയാനായിട്ട് എനിക്ക് എൻ്റെ അമ്മ നല്ലൊരു റോൾ മോഡലാണ്. അതായത് എൻ്റെ അമ്മ നമ്മുടെ നാട്ടുകാരോടായാലും ബന്ധുക്കളോടായാലും പെരുമാറണ രീതി, അതുപോലെ തന്നെ അച്ഛനോടും അത് കണ്ടുപഠിച്ചിട്ടാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ വീട്ടിലെ എല്ലാവരും, ചേച്ചിമാരൊക്കെ അങ്ങനെ തന്നെയാണെന്നല്ല. അമ്മയുടെ ആ ഒരു പെരുമാറ്റ രീതിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും നീ പറഞ്ഞ പോലെ അമ്മേനെ ആയിരിക്കും അല്ലേ നമ്മൾ കൂടുതൽ അടുത്തറിയണ ഒരു സ്ത്രീ എന്ന് പറയുന്നത്. ഹു ഈസ് യുവർ ഫേവറേറ്റ് യൂട്യൂബർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഫേവറേറ്റ് യൂട്യൂബർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ എപ്പോഴും പറയണ പോലെ വീണാസ് കറി വേൾഡ് വീണ തന്നെയാണ്. കാരണം ആളുടെ എന്താ പറയുക ഹാർഡ് വർക്ക്. ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ വെറുതെ വീഡിയോസ് പിടിച്ച് ഇടല് മാത്രമല്ല, അത്രയും വർക്ക് ചെയ്ത് അത്രയും പെർഫെക്ഷൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടിയാൽ മാത്രമേ ആൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വീഡിയോ ഇടണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വീഡിയോകളും നല്ല പെർഫെക്റ്റ് ആയിട്ട് ആൾ ചെയ്യണമുണ്ട്. അപ്പോൾ വീണയാണ്. എൻ്റെ പേര് പറഞ്ഞാലും നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അംബീഷൻ എന്താണെന്ന്, ഞാൻ അത്ര വലിയ അംബീഷ്യസ് ഒന്നല്ല. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകണം, അത്രയേ ഉള്ളൂ. ഇത്രയും നല്ലൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിട്ടും അത് റീച്ച് ആവാത്തതിൽ വിഷമമുണ്ടോ? അത്യാവശ്യം റീച്ച് ഉണ്ട്. എനിക്ക് പിന്നെ വലിയ അതിമോഹങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ ഞാൻ നല്ല ഹാപ്പിയാണ്. ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, എൻ്റെ ചെറുപ്പത്തിലോട്ടുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പ്രിയയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എങ്ങനെയാലും കല്യാണം കഴിഞ്ഞ് രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്, രണ്ട് തരത്തിലാണ് ജീവിക്കുന്നത്. അപ്പം പിന്നെ അങ്ങനെ ഇപ്പോൾ വലിയ കോണ്ടാക്റ്റ് ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഡേ ടു ഡേ കാര്യങ്ങൾ അങ്ങനെ പറയാറില്ലല്ലോ. അപ്പോൾ ഈ ഭരതേട്ടൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ആളുടെ അടുത്ത് എന്തൊരു പ്രശ്നമാണെങ്കിലും ആളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമുണ്ട്. പിന്നെ എനിക്ക് എന്ത് കാര്യങ്ങളും പറയാൻ പറ്റിയത് എൻ്റെ മാളുവിൻ്റെ അടുത്താണ്. അതുപോലെ തന്നെ പിന്നെ ഇപ്പം യൂട്യൂബ് തുടങ്ങിയപ്പോൾ എനിക്ക് എന്തുണ്ടെങ്കിലും ഓടിച്ചെന്ന് പറയാൻ പറ്റിയ 3 ആൾക്കാരുണ്ട്. അത് സ്വപ്നേച്ചിയാണ്, പിന്നെ ഹിമ, സരിത, ഇവരൊക്കെ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ്. പിന്നെയും ഉണ്ട് ഞാൻ എന്താ പറയുക, നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും വിഷമ ടെൻഷനൊക്കെ വരുമ്പോൾ ഓടി ചെന്ന് പറയുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ചേച്ചിക്ക് അറിയാം ഞാനൊരു ബഡ്ഡിങ് യൂട്യൂബർ ആണെന്ന്. സോ യു നോ അബൌട്ട് ദ സ്ട്രഗിൾ. എന്നെ പോലെയുള്ളവർക്ക് ചേച്ചിക്ക് എന്ത് സജഷനാണ് തരാനുള്ളതെന്ന്. അതായത് പുതിയൊരു യൂട്യൂബർ ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒന്ന് അറിയപ്പെട്ട്, അതായത് ജെനുവിൻ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് നമ്മൾ എത്തിപ്പെടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ഇടാൻ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പുതിയ യൂട്യൂബേഴ്സിനോട് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം, ഞാൻ പുതിയ യൂട്യൂബേഴ്സിനോട് ഇപ്പോൾ വലിയ ആളായി എന്ന് വെച്ചിട്ട് പറയണതല്ല കേട്ടോ. അതായത് നമ്മളുടെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് തന്നെ വലിയൊരു കടമ്പയാണ്. അപ്പം അതുവരെ എത്താനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ 1-2 വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അതെല്ലാം മിച്ചിക്കാതെ കർമ്മം ചെയ്യാന്ന് പറഞ്ഞ പോലെ ചെയ്താൽ മതി.
പിന്നെ അടുത്തത് ഗീത നരേന്ദ്രനാണ്. എൻ്റെ ഗീതേച്ചിയാണ്, എൻ്റെ നൈബറാണ്, എൻ്റെ സ്വന്തം വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയാണ്. ബിനി എങ്ങനെ എഡിറ്റിംഗ് പഠിച്ചത്? എനിക്ക് ബിനിയുടെ പ്രസൻറ്റേഷൻ ഒരുപാട് ഇഷ്ടമാണ്. വീക്കിലി 2 വീഡിയോസ് എങ്കിലും ഇടണം. അപ്പോൾ എഡിറ്റിങ്ങിന് എന്നെ ഒരുവിധമൊക്കെ സഹായിക്കുന്നത് മാളുവാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും, അപ്പോഴൊക്കെ മാളു എന്നെ ഹെൽപ്പ് ചെയ്യണത്. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് കുറച്ചുകൂടി ടെക്നിക്കലുള്ള അറിവുകൾ ഉണ്ടാവും അല്ലേ. നമ്മൾ കുറച്ച് പഴയ ജനറേഷൻ, നമ്മളെന്ന് പറയുന്നത് ഞാൻ കുറച്ച് പഴയ ജനറേഷൻ ആയതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി വലിയ പിടിപാടുണ്ടായിരുന്നില്ല. മാളുവിന് നല്ല ഐഡിയ ഉണ്ട്. അപ്പോൾ മാളുവാണ് എനിക്കിതൊക്കെ പറഞ്ഞു തരാറ്. ആർ യു വർക്കിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പുറമെ ജോലിക്ക് പോയിട്ട് ജോലി ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ഞാൻ വർക്ക് ചെയ്യണില്ല. പിന്നെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഒരു വർക്ക് തന്നെയാണ്. അത് നമുക്ക് നല്ലൊരു പ്രൊഫഷനായിട്ട് എടുക്കാവുന്നത് തന്നെയുള്ളൂ. അടുത്തത് സ്വപ്ന സുരേഷ്. നേരത്തെ ചോദ്യം ചോദിച്ചത് സുചിത്രയാണ്. ഇത് സ്വപ്ന സുരേഷ് എൻ്റെ സ്ഥിരം ഒരു വ്യൂവറാണ്. എപ്പോഴും കമൻറ്റ് ചെയ്യുന്നൊരു കുട്ടിയാണ്. എനിക്ക് നിങ്ങളുടെ ചാനൽ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ സ്വപ്നയുടെ ഓരോ കമൻറ്റുകളും ഇതേപോലെയുള്ള ഓരോരുത്തരുടെയും സ്നേഹം നിറഞ്ഞ കമൻറ്റുകൾ നമ്മൾക്കും ഭയങ്കര ഒരു ഊർജ്ജമാണ്. അപ്പം സ്വപ്ന സുരേഷ് ആണ്. അപ്പം നിങ്ങളുടെ ഓരോ കമൻറ്റുകളും എനിക്കും വളരെ പ്രിയപ്പെട്ടതാണ്. ഞാൻ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ദി ബെസ്റ്റ് A4 ടെക് എന്ന് പറഞ്ഞിട്ടൊരു ചാനലാണ്, ടെക് ചാനലാണ്. ഓൾ ദി ബെസ്റ്റ്, താങ്ക്സ്. പിന്നെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് ചാനലാണ്. അത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, നിവിത എന്നാണ് പേര്. ഇൻസ്പിറേഷണൽ വേർഡ്സ് ഇൻ ഓൾ വീഡിയോസ്, ഗുഡ്, കീപ്പ് ഇറ്റ് അപ്പ്. അപ്പോൾ നിവിത എൻ്റെ കൂടെ നഴ്സറി തൊട്ട് പ്രീ ഡിഗ്രി വരെ +2 വരെ ഒരുമിച്ച് പഠിച്ചതാണ്. എൻ്റെ നാട്ടുകാരിയാണ്. നിവിതയുടെ അമ്മ എൻ്റെ മലയാളം ടീച്ചറാണ്. അങ്ങനെ നിവിത ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. താങ്ക്സ് നിവിത. അടുത്തത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഹിമ ആണ് ചോദിച്ചിരിക്കുന്നത്. പെണ്ണഴക് ചാനലിലെ ഹിമ, ഒരു കുടുംബിനി യൂട്യൂബർ എന്ന പൊസിഷനിൽ എത്തുമ്പോൾ ചേച്ചിക്ക് കിട്ടിയ അറിവുകൾ എന്തൊക്കെയാണ്? മറ്റ് യൂട്യൂബേഴ്സിൽ നിന്നും ചേച്ചിക്ക് സ്വയം തോന്നുന്ന ഡിഫറൻസ് എന്തൊക്കെയാണെന്ന്. അതായത് ഇപ്പം മറ്റ് യൂട്യൂബേഴ്സ് എന്ന് പറയണമെങ്കിൽ ഇപ്പോൾ ഹിമയെ പോലുള്ള മിടുക്കി കുട്ടികൾ അരങ്ങ് തകർത്ത് വാഴുന്ന യൂട്യൂബിൽ തന്നെയാണ് ഞാനും ഒരു അരക്കൈ പയറ്റുന്നത്. അപ്പോൾ എനിക്ക് അവരെ പോലെ നല്ല ചുറുചുറുക്കോടുകൂടി വർത്തമാനം പറയാനോ നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനോ ഞാൻ ഇത്തിരി പിന്നാക്കാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇടയിലൊക്കെ പിടിച്ചു നിൽക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. പിന്നെ ചേച്ചിക്ക് കിട്ടിയ അറിവുകൾ എനിക്ക് ഇപ്പോൾ യൂട്യൂബിൽ നിന്നായാലും ഒരു ടെക്നിക്കലായിട്ടുള്ള അറിവുകളായാലും നമ്മളിപ്പോൾ വെറുതെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇതൊന്നും നമുക്ക് അറിയണ്ടാവില്ല. അപ്പോൾ നമ്മൾക്ക് ഓരോന്നിലേക്കും ഇറങ്ങുമ്പോഴാണല്ലോ അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെതായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നമ്മൾക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങൾ വേറെ ആർക്കെങ്കിലും ഉപകരിക്കുകയാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഞാൻ ചെയ്യാറുണ്ട്. അടുത്തത് ഷാമഹൽ, ഒരു കിച്ചൺ ചാനലാണ്, കുക്കിംഗ് ചാനലാണ്. ബഡിങ് യൂട്യൂബേഴ്സിനായിട്ട് ചേച്ചിയുടെ എക്സ്പീരിയൻസ് വെച്ച് എന്തൊക്കെ ഉപദേശങ്ങൾ കൊടുക്കാനുണ്ട് ഒന്ന് പറയാമോ ചേച്ചി? ചേച്ചി ഇവിടെ എത്തിയത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണെന്ന് ആൾക്കറിയാമെന്ന് പറഞ്ഞു. ബഡിങ് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 10 സബ്സ്ക്രൈബേഴ്സ് 20 സബ്സ്ക്രൈബേഴ്സ് വളരെ കുറച്ച് വീഡിയോസ് ഇട്ടുള്ള കുട്ടികളെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാനും ഒരു കണക്കിന് ഒരു പുതിയ യൂട്യൂബർ തന്നെയാണ്. എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷം ആവാൻ പോകണുള്ളൂ. അപ്പോൾ അവരോട് ഉപദേശം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനുത്തരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്യുക, ഒന്നരാടെങ്കിലും വീഡിയോസ് ഇടുക. പിന്നെ നമ്മൾ ഏതാണ് നമ്മൾ ചാനലിൻ്റെ ടോപ്പിക്കായിട്ട് എടുത്തിരിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോസ് കണ്ടന്റ് അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കാം. യൂട്യൂബ് ചാനൽ നേരത്തെ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? യൂട്യൂബ് ചാനൽ നേരത്തെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് അതൊക്കെ ഓരോന്നിനും ഓരോ സമയമുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇപ്പോഴാണ് എനിക്ക് ടൈം ആയതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും മുന്നേ തുടങ്ങാൻ എനിക്ക് സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനിപ്പോൾ തന്നെ തുടങ്ങുമായിരുന്നുള്ളൂ. അപ്പോൾ ഈ 2018 എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഹായ് ചേച്ചി, ചേച്ചി ഉണ്ടാക്കിയ ഫസ്റ്റ് ഡിഷ് ഓർമ്മയുണ്ടോ?
ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായ റെസിപ്പി. ഞാൻ ഉണ്ടാക്കിയ ഫസ്റ്റ് റെസിപ്പി എന്ന് പറയുമ്പോൾ വാഴയുടെ കുടപ്പൻ വെച്ചിട്ടുള്ള ഒരു തോരനാണ്. അതൊരു മഹിളാരത്നത്തിൽ നിന്ന് റെസിപ്പി കിട്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അത് സക്സസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ വനിതയിൽ നോക്കിയിട്ട് നമ്മുടെ മിസ്സസ് കെ എം മാത്യുവിലെ എന്നമ്മ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള സ്റ്റൂവിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാൻ ചെയ്ത് നോക്കിയത്. അപ്പോൾ സ്റ്റൂ ഒക്കെ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി. പക്ഷെ എന്തോ ഒരു ചേഞ്ച്, തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നം. അപ്പോൾ എന്തോ ഒരു ചേഞ്ച് തോന്നി. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അമ്മ ഇതിൽ എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റ് അറിയണില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, കഴിച്ചു നോക്കിയപ്പോഴേക്കും അമ്മ പറഞ്ഞു ഇതിൽ ഉപ്പിട്ടിട്ടില്ല എന്ന്. അപ്പോൾ അത് ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഉപ്പ് ചേർത്തപ്പോൾ അത് ഓക്കെ ആയി. അല്ലാണ്ട് ഇപ്പോൾ ഒന്നിന് വരാണ്ടായിട്ടില്ല. നമുക്ക് അത്യാവശ്യം കുറച്ചൊക്കെ നമ്മൾ കൂടെ നിന്ന് കണ്ട് പഠിച്ചിട്ടാണല്ലോ നമ്മൾ കുക്കിങ് ചെയ്യുക. അല്ലെങ്കിൽ ആരെങ്കിലും അപ്പോൾ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് നമുക്കൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. എപ്പോഴും ഒരു എന്താ പറയുക, ഞാൻ ചേച്ചിയുടെ കൂടെ കുക്കിംഗ് പഠിക്കാനായിട്ട് ട്രെയിനിയായിട്ട് നിന്നിട്ടൊക്കെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ബോറടിക്കാത്ത വീഡിയോ ആണ് ചേച്ചിയുടെ എന്ന് പറയുന്നുണ്ട്. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, ഇത് അങ്ങനെ ബോറടിക്കാത്ത വീഡിയോ ആണെന്ന് പറഞ്ഞതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എല്ലാ ആശംസകളും നേർന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അതൊരു ചാനലാണ് ഗുഡ് വൈബ്സ് എന്ന് പറഞ്ഞിട്ട്. രജനി സൽമേഷ് ജിക്ക് ഒരുപാട് ഇൻട്രസ്റ്റഡ് ആണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എനിക്കിങ്ങനെ കുറേ പഠിച്ചിട്ട് അത് വീണ്ടും മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് പറയാനും, മെമ്മറി കുറച്ച് നല്ല രീതിയിലുള്ള മെമ്മറി കുറവാണെന്ന് തന്നെ പറയാം. എന്നാലും GK ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ച് അതിങ്ങനെ ഓർത്ത് പറയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ PSC ടെസ്റ്റിനൊക്കെ പ്രിപ്പയർ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ പഠിക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കില്ലേ. അപ്പോൾ അതാണ് കേട്ടോ. പിന്നെ രജനി എൻ്റെ സ്ഥിരം ഒരു വ്യൂവറാണ്, എപ്പോഴും എനിക്ക് കമൻറ്റ് ചെയ്യണതാണ്. അപ്പോൾ രജനിക്ക് ഒരുപാട് താങ്ക്സ്. പിന്നെ ചിത്ര സുനിലും സ്ഥിരം എന്നെ കമൻറ്റ് ചെയ്യുന്ന ആളാണ്. സൂപ്പർ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിത്ര എപ്പോഴും എനിക്ക് നല്ല പ്രോത്സാഹനമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. പ്രദീപ് കുമാർ, എന്തോ ഒരു വീട്ടുപേര് എനിക്ക് ശരിക്കും വായിക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ എഴുതാനുള്ള താല്പര്യം ഉണ്ടെന്നറിയാം. എങ്ങനെയാണ് എഴുത്തിനോട് ഇൻട്രസ്റ്റ് തോന്നിയത്? എവിടെയാണ് പഠിച്ചത്? കുറച്ചൊക്കെ തന്നെ എഴുതുള്ളൂ. അത് എന്താ എൻ്റെ തന്നെ ഒരു ചെറിയ അനുഭവക്കുറിപ്പുകൾ അങ്ങനത്തെയൊക്കെ ആയിട്ട് എഴുതുള്ളൂ. നിങ്ങൾക്ക് അറിയുണ്ടാവും, ഞാൻ ഇടയ്ക്ക് കമ്മ്യൂണിറ്റി ടാബിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അത്ര തന്നെയുള്ളൂ. പിന്നെ എന്താ പറയുക, എങ്ങനെയാണ് എഴുത്തിനോട് ഇൻട്രസ്റ്റ് തോന്നിയത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ ഒരു വീഡിയോയിൽ. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രിയായിട്ട് ചെറിയൊരു സൗന്ദര്യപ്പെടാൻ കണ്ടായിട്ട് 1 വർഷം ഞാൻ വേറെ ക്ലാസ്സിൽ ഒറ്റയ്ക്കായിരുന്നു. ആ ഒരു ഒറ്റപ്പെടൽ ഉണ്ടായ ആ ഒരു കൊല്ലത്തിലാണ് എനിക്കിങ്ങനെ ഓരോന്ന് കുത്തിക്കുറിക്കാൻ, കാരണം വേണ്ട സമയമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഓരോന്ന് കുത്തിക്കുറിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഓരോ കഥാ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുത്ത് സമ്മാനങ്ങളൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഡയറിയിൽ ഇഷ്ടംപോലെ ഇങ്ങനെ എഴുതാറുണ്ട്. പിന്നെ ഹായ് ചേച്ചി, പിങ്കീസ് ഡയറീസിലെ പിങ്കിയാണ്. പിങ്കി എൻ്റെ നല്ലൊരു സുഹൃത്തു കൂടിയാണ്. ഹായ് ചേച്ചി, ആരാണ് ചേച്ചിയുടെ മോട്ടിവേറ്റർ? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മോട്ടിവേഷൻ, നല്ല കാര്യങ്ങൾക്ക് എല്ലാത്തിനും പ്രചോദനം തരാൻ എൻ്റെ വീട്ടിലുള്ള ഭരതനായാലും മാളുവായാലും ഒക്കെ എനിക്ക് നല്ല പ്രചോദനം നൽകുന്ന ആൾക്കാരാണ്. അടുത്തത് വീണ്ടും ഗീത നരേന്ദ്രൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. എഡിറ്റിംഗ് മൊബൈലിലാണോ ചെയ്യുന്നത്? അതേ മൊബൈൽ തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് മറ്റേ ലാപ്ടോപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. എഡിറ്റിംഗ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്. അതായത് ചിലർക്ക് നല്ല ഈസി ആയിട്ട് പറ്റുന്നുണ്ടാവും. അത് ആപ്പിൻ്റെ ആണോ എന്താണെന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് ഇപ്പോഴും എഡിറ്റിംഗ് ഒരു കീറമുട്ടി തന്നെയാണ്. ബിനിയുടെ പ്രസൻറ്റേഷൻ എനിക്കിഷ്ടമാണ്. താങ്ക് യു. ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട്. അപ്പം ഈ ഗീത നരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഗീത ചേച്ചി എൻ്റെ സ്വന്തം വീടിൻ്റെ ഒരു 5-6 വീട് അപ്പുറമുള്ള ചേച്ചിയാണ്. എന്നെ മെയിൽ ചെയ്ത് എന്നെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തതിന് ശേഷമാണ് ഈ സത്യം ആൾ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. അടുത്തത് ആമി വിൻ്റർ കിച്ചൺ എന്ന് പറഞ്ഞ ചാനലാണ്. ബേക്കിംഗ് അറിയാമോ എങ്കിൽ അതുകൂടെ ഇടുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ബേക്കിംഗ് ഒന്നും അറിയില്ല. ഞാൻ ഇതുവരെ ഒന്നും ബേക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഒന്നും അതിനെപ്പറ്റി അറിയില്ല. അനികാസ് വ്ളോഗ്സ്, ചേച്ചി യൂട്യൂബ് തുടങ്ങിയിട്ട് ചേച്ചിയുടെ ലൈഫിൽ മാറ്റങ്ങളൊന്ന് പറഞ്ഞേ.
അതായത് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് എനിക്ക് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് നിങ്ങളെപ്പോലെ ഒരുപാട് സുഹൃത്തുക്കളെ പരിചയപ്പെടാൻ പറ്റി. കാരണം ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള ആൾക്കാരാണ് ഓരോരുത്തരും. അപ്പോൾ നിങ്ങളതിനെയൊക്കെ എനിക്ക് കമൻറ്റുകളിലൂടെ നിങ്ങളതിനെയൊക്കെ പരിചയപ്പെടാൻ പറ്റി, നിങ്ങളുടെയൊക്കെ സ്നേഹം അനുഭവിക്കാൻ പറ്റി. പിന്നെ അതുപോലെ ഇപ്പോൾ കുറേ പേര് എന്നെ കാണുമ്പോൾ അപ്രിഷിയേറ്റ് ചെയ്യും. എന്താ പറയുക, നന്നാവുന്നുണ്ട്, ചാനൽ നന്നാവുന്നുണ്ട്, അവതരണം നന്നാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നെ അഭിനന്ദിക്കും. നമ്മൾ അങ്ങനെ പുറമേയുള്ള ആൾക്കാരൊന്നുമില്ല കേട്ടോ. നമ്മുടെ ബന്ധുക്കൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ബന്ധുക്കൾ, ഞങ്ങളുടെ ഇവിടെ വലിയൊരു ഫാമിലിയാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ബന്ധുക്കളുണ്ട്. അപ്പോൾ അഭിനന്ദിക്കാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അടുത്തത് ഫാത്തിമ സിയം. ആള് എൻ്റെ എല്ലാ വീഡിയോയിലും കമൻറ്റ് ചെയ്തിട്ടുള്ള ആളാണ്, എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആളാണ്. കൂടുതൽ വീഡിയോസ് ഇടണം, സ്റ്റോറീസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന്. അപ്പോൾ അത് സ്റ്റോറി എന്നല്ല, അതിനെ ഭാവനയിൽ നിന്ന് ഉണ്ടാക്കി എഴുതുന്നത് വളരെ കുറവുള്ളൂ. ഞാനൊക്കെ എൻ്റെ അനുഭവങ്ങൾ നല്ല ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യണമെന്നുള്ളൂ. അത് ഞാൻ ഫേസ്ബുക്കിൽ ഇഷ്ടംപോലെ എഴുതാറുണ്ട്. അപ്പോൾ അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഈ സ്റ്റോറീസിൽ കൊടുന്ന് ഇടുന്നതാണ്. സ്റ്റോറീസിലല്ല, കമ്മ്യൂണിറ്റി ടാബിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അതൊന്നും വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിൽ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഞാൻ കുറിച്ചതൊക്കെ വായിക്കാം. ഇന്ദിര വാര്യർ, നമ്മുടെ ഇന്ദിര ചേച്ചിയാണ്, ഒരുപാട് സപ്പോർട്ട് ചെയ്യണ ആളാണ് കേട്ടോ. വീക്കിലി 3 വീഡിയോ ഇട്ടുകൂടെ, കുറേ ഗ്യാപ്പ് വരുന്നുണ്ട്. സ്റ്റോറീസ് എല്ലാം ഇനിയും എഴുതും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോയിന് ഗ്യാപ്പ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനത് വഴിയെ പറയാം. ഞാൻ വീക്കിലി 3 വീഡിയോസ് ഇടണേ, തീർച്ചയായിട്ടും ഒന്നരാടെങ്കിലും വീഡിയോസ് ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഗ്യാപ്പ് വരാതെ ശ്രദ്ധിക്കാം കേട്ടോ. സ്റ്റോറീസൊക്കെ നന്നാവുന്നുണ്ടെന്ന് പറയുന്നത് താങ്ക് യു. ഇനി എൽദോ ഐസക്ക്, വളരെ നല്ല അവതരണ ശൈലിയാണ് ബിനിച്ചേച്ചിയുടേത്. എന്തുകൊണ്ടാണ് യൂട്യൂബ് തുടങ്ങാനുള്ള മുഖ്യ കാരണം? ആരാണ് പ്രചോദനം നൽകിയത്? മോണിറ്റൈസേഷന് താമസം വന്നിട്ടുണ്ടോ? അപ്പോൾ വളരെ നല്ല അവതരണ ശൈലിയാണെന്ന് പറഞ്ഞതിന് ഒരുപാട് നന്ദി. യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള മുഖ്യ കാരണം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഓരോ ചാനലുകൾ കാണുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ തോന്നുമല്ലോ, അയ്യോ ഇങ്ങനെ ചെയ്യാൻ പറ്റിങ്ങ എന്ന് തോന്നും. പക്ഷേ നമ്മളുടെ ജന്മനായുള്ള കുറേ ചമ്മൽ നാണക്കേട് കൊണ്ടൊന്നും നമ്മളിതുവരെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പേഴ്സണലി അറിയണ കുറച്ച് കുട്ടികളൊക്കെ ചാനൽ തുടങ്ങിയപ്പോഴാണ് വീണ്ടും എനിക്ക് ചാനൽ തുടങ്ങണമെന്നൊരു താല്പര്യം തോന്നിയത്. പിന്നെ എൻ്റെ പേഴ്സണൽ ഐ ഡിയിൽ ഞാൻ പണ്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം, ഇവിടെ ഭരതേട്ടൻ്റെ ചേച്ചിയുടെ മകനുണ്ട്, സച്ചു എന്ന് പറയും. എൻ്റെ ലച്ചുവിൻ്റെ 1 വയസ്സ് മൂപ്പുള്ള കുട്ടിയാണ്. അപ്പോൾ അവനാണ് ഇങ്ങനെ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ടത് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അവനെന്തോ കുപ്പി വെച്ച് എറിഞ്ഞിട്ടുള്ള ഒരു ട്രിക്കാണ് കാണിച്ചത്. അപ്പോൾ അതിന് ഞങ്ങളും അപ്പോൾ അതുപോലെ തന്നെ ഒരു വീഡിയോ ഞങ്ങളും പിടിച്ച് അപ്ലോഡ് ചെയ്തു. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ. അത് ഇതിലെല്ലാം എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഐ ഡി ഉണ്ട്, ബിനി ഭരത് എന്ന് പറഞ്ഞിട്ട്. അതിപ്പോൾ ഞാൻ PSCയിലെ ക്ലാസ്സുകൾ എടുക്കുന്ന ചാനലാക്കി. അപ്പോൾ അതിലാണ് ഞാൻ ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് ഇപ്പോൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കണ്ട എല്ലാവർക്കും നന്ദി. ബാക്കി ക്വസ്റ്റ്യൻസും രസകരമായ ഉത്തരങ്ങളും പിന്നെ എൻ്റെ കല്യാണ ഫോട്ടോ ഒക്കെ ഇടണമെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണ ഫോട്ടോ, പിന്നെ പ്രിയേനെ കാണണം, പ്രിയയുടെ ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോയും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നെക്സ്റ്റ് പാർട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. ബായ്.